കോട്ടയത്ത് നിന്ന് വന്നവരാടാ, നടക്കാൻ പറ്റാണ്ട് വന്നിരുന്നാണ് ആള് ലിഗ്മെന്റ് പ്രശ്നമായിട്ട് വന്നതാണ്. ആള് സിമ്പിളായി നടന്നു. സംഭവം കുഴപ്പമില്ല ഇവിടെ. ഇതുപോലെയൊക്കെയാണ് റെഡിയാക്കണം. ഒരു പ്ലാസ്റ്റർ ചെയ്യണം. അമ്മച്ചിക്കാ ഈ പളവേലും മസക്കുവാ കാല് സിമ്പിളാക്കി നടക്കാൻ പറ്റാണ്ട് വന്ന ചേച്ചാട്ടാ, ഗർഭിണിയാണ്. നടക്കാൻ പറ്റാണ്ട് വന്ന ചേച്ചിയ ചേച്ചി നടന്നു പോകുന്നു. ഇപ്പോൾ ബോഡിയിലും പറ്റിയിട്ടുണ്ട് കേട്ടോ. ചെയ്തു കൊണ്ടുവരെ അങ്ങനെയല്ല പെട്ടെന്ന് ട്രൈ ചെയ്യും. കറങ്ങുന്നതാ ശരി. பல்ஜில் டிஸ்கில் டிஸ்க் பல்ஜி ஆயிருக்கு, கம்ப்ரஸர் ஆயிரும், நரம்பெல்லாம் ടച്ച് ആവും. കുറച്ചേരം നടന്നിട്ട് വരാൻ പറഞ്ഞാൽ എന്നോട് നടക്ക്. കുറെ ആൾക്കാർ ഇതുപോലെ റെഡിയാക്കി നടത്തിക്കുന്നുണ്ട് കേട്ടോ. നടന്നിട്ട് തിരിച്ചു വരുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈദ്യരെ കണ്ടു. അപ്പോൾ അളിയനോട് ഞങ്ങൾക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് അളിയ? അത് പിടിച്ചപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ആളുടെ എണ്ണയിലാണ് ഒരു വിശ്വാസം ഉള്ളത്. എണ്ണ വെച്ചിട്ട് അടുത്ത മാസം വരുമ്പോൾ നോക്കാം. അപ്പോൾ അവർ പറഞ്ഞത് ഇത്ര ഉള്ളൂ. ആദ്യം കുറച്ച് നേരം ഇപ്പോൾ കണ്ടില്ല, ഞാൻ വീഡിയോയിൽ ഇടും. കുറച്ച് എക്സസൈസും കുറച്ച് മേത്ത് പരട്ടിയ എണ്ണകളുണ്ട്. പിന്നെ എണ്ണയ്ക്ക് നല്ല റേറ്റാണ്. 1500 രൂപ 1 ലിറ്ററിന്. പിന്നെ വേറൊരു എണ്ണയുണ്ട്. അപ്പോൾ ഇത് പറ്റിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇനി വരേണ്ടത് അല്ലേ? മസിൽസോളൊക്കെ ഉടച്ച് ഇതൊക്കെ എങ്ങനെയാണെന്ന് ഇതറിയാം. എന്തായാലും ഞങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളുണ്ട്. കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. കുറേ പേരെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. മലയാളികളും എല്ലാ സ്ഥലത്തു നിന്ന് ഓരോരുത്തർ ഇങ്ങനെ ഞാൻ വരുമ്പോൾ എന്നെ ഓരോരുത്തർ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ? എത്ര പേരെ വിളിച്ചു ചോദിക്കുന്നു അല്ലേ? എന്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലമായിട്ടുള്ള ബാക്ക് പെയിനാണ്, ഡിസ്ക് ബൾജാണ്. എനിക്കങ്ങനെ നടക്കാനൊന്നും പ്രശ്നമില്ല, പക്ഷേ നിൽക്കുമ്പോഴൊക്കെ ഉള്ള ഭയങ്കര പെയിനാണ്. അപ്പം അത് കാരണം സമയം പിടിക്കുന്നു പറഞ്ഞത്. 10 കൊല്ലമായി അളിയനെ. അപ്പോൾ അവരും പറഞ്ഞു 10 കൊല്ലമായി, പെട്ടെന്ന് മാറില്ല, കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റെഡി ആവുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാണ്.
അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ പോകുമ്പോൾ മുന്തിരി എന്തായാലും കമ്പം തേനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മുന്തിരികളൊക്കെ കാണുന്നതാണ് അല്ലേ, മുന്തിരികളൊക്കെ കാണുന്നതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ പോകണമായിരിക്കും. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരണമായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് മുന്നേ ബായ്.